നിങ്ങളൊരു എയർടെൽ യൂസർ ആണോ എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അൺലിമിറ്റഡ് 5G ഇല്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. അതായത് എയർടെൽ അൺലിമിറ്റഡ് 5G എന്ന പ്ലാനിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ്, അതായത് 3 റെസ്ട്രിക്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അതായത് എത്ര അൺലിമിറ്റഡ് പറഞ്ഞാൽ പോലും 300 GB ആണ് ലിമിറ്റ്. അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് 5G പ്ലസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ 2GB ഡാറ്റ എന്ന് പറഞ്ഞ ആ ഒരു കോട്ടയിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുക എന്നുള്ളത്. പിന്നെ പറയാൻ പോകുന്നതാണ് മെയിൻ സംഭവം. അതായത് ഇനി മുതൽ ഹോട്ട്സ്പോട്ട് വഴി നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റില്ല. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. അതായത് ഇനി മുതൽ നമുക്ക് ഹോട്ട്സ്പോട്ട് വഴി അൺലിമിറ്റഡ് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനാവും, അതായത് എൻ്റെ അൺലിമിറ്റഡ് നിങ്ങൾ ഹോട്ട്സ്പോട്ട് എടുത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ വേറൊരുത്തൻ പഠനം ഡൗൺലോഡ് ചെയ്യുക, വേറൊരുത്തൻ വീഡിയോ കാണുക, അതായത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ. പക്ഷേ ഇനി മുതൽ അത് നടക്കില്ല. ഇനി മുതൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ 2GB ഡാറ്റ എന്നുള്ള ആ ഒരു ഡാറ്റ ആയിരിക്കും യൂസ് ആവുക. സോ നമ്മുടെ ഡാറ്റ മൊത്തം തീരും. പിന്നെ നമുക്ക് മാത്രമായിരിക്കും 5G യൂസ് ചെയ്യാൻ പറ്റുക. സോ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇനി കുറേ യൂസേഴ്സിന് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് വരും. സ്പെഷ്യലി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ 5G ഉള്ള കാരണമൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. സോ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതായത് അയ്യോ ഇത് എയർടെല്ലിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് വലിയ കുഴപ്പമില്ല, നമ്മൾ VA ആണ് ജിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, പക്ഷേ നിങ്ങൾക്കും ഇത് വരും. ഇതിനി മെല്ലെ മെല്ലെ കോമൺ ആയിട്ടുള്ള ഒരു പരിപാടിക്ക് എത്തും. ഇപ്പോൾ എയർടെൽ, ഇനി നാളെ ജിയോ, പിന്നെ VA എന്നുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇതായിരിക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. ഇനി ഇതെങ്ങനെയാണ് എയർടെൽ കണ്ടുപിടിക്കുന്നത്, അതായത് നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്താൽ എങ്ങനെയാണ് ഇത് ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന കേസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഇതിനൊരു 3000 ലൈക്സ് കിട്ടിയാൽ മാത്രം മതി. ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ചെയ്യും അത്. സോ അത്രേ ഉള്ളൂ. സോ ഇതുപോലെ ടെക് ആൻഡ് AI റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. സോ ബൈ.